ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് അനുസരിച്ച് കോൺഗ്രസ് അടയ്ക്കേണ്ടത് 3567 കോടി രൂപ. 1745 കോടി അടയ്ക്കാനുള്ള നോട്ടീസാണ് ഒടുവിൽ ലഭിച്ചത്. 2014, 2015 മുതൽ 2016-17 വർഷങ്ങൾ വരെയുള്ള നികുതി തുകയാണിത്. ശരത് KCC നൽകും വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന്. ശരത്ത്, വലിയ ഭീമമായ തുക തന്നെയാണ്, നേരത്തെയുള്ള തുക തന്നെയാണ് അടയ്ക്കാൻ നിവർത്തിയില്ല എന്നാണ് കോൺഗ്രസ് അറിയിച്ചിരുന്നത്. കോൺഗ്രസിന് ചുരുക്കത്തിൽ വരിഞ്ഞു മുറുക്കുകയാണ് IT വിഭാഗം. ബിന്നിൽ തീർച്ചയായും കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ ഏറെ പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത് എന്ന കുറ്റപ്പെടുത്തലാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് 2 വർഷത്തെ ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയാണ് കോൺഗ്രസിന്റെ എം പിയും ഈ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിന് വേണ്ടി കേസ് നടത്തുകയും ചെയ്യുന്ന വിവേക് തൻഖ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കിയത്. 2014-15 മുതൽ 2016-17 വർഷങ്ങളിലായി 3 വർഷങ്ങളിലെ ആദായ നികുതി വകുപ്പ് നോട്ടീസ് കൂടി ലഭിച്ചു എന്നാണ് വിവേക് തൻഖ അറിയിക്കുന്നത്. ഇത് പ്രകാരം 1745 കോടി രൂപയുടെ നോട്ടീസാണ് പുതുതായി ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ 3567 കോടി രൂപയുടെ നോട്ടീസ് ഇതേവരെ ലഭിച്ചതായി കോൺഗ്രസ് നേതൃത്വം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വിവേക് തൻഖ തന്നെ ഇതിന്റെ കണക്ക് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും മറ്റ് സാമ്പത്തിക വർഷങ്ങളിലെ ആദായ നികുതി പുനർനിർണയം അടക്കം ആകുമ്പോൾ ഈ തുക ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് കോൺഗ്രസ് മുന്നിൽ കാണുന്നത്. നാളെ ഈ ആദായ നികുതി വകുപ്പ് നടപടി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കെയാണ് ഭീമമായ തുക കോൺഗ്രസിന് പിഴ ചുമത്തിയിരിക്കുന്നത്. നികുതി അടയ്ക്കണം എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നത്. ശരത് KCC ആണ് വിവരങ്ങൾ നൽകിയത്.